നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തികച്ചും പുതിയൊരു സബ്ജക്റ്റാണ്. മനുഷ്യനെ സംബന്ധിച്ച് വിജയത്തിനാസ്പദമായ ഒട്ടേറെ ഘടകങ്ങളുണ്ടെങ്കിൽ നമ്മളിലേക്ക് നമുക്ക് വേണ്ടുന്നതായിരിക്കുന്ന കുറേ ഘടകങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ എത്തിച്ചേരുന്നതാണ് നമ്മളുടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അബ്സോർവേഷൻ. പണ്ടുള്ള ആളുകൾ പറയും, 10,000 നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുമെന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മളിൽ മറ്റുള്ളവരെ വശീകരിക്കാൻ ആവശ്യമായ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ആവശ്യമായ ഒരു ശക്തി, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ തേടി മറ്റുള്ളവർ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചുരുക്കം. അത് നിങ്ങൾ എടുക്കുന്ന ഒരു ജോലി ആയിക്കോട്ടെ, നിങ്ങളൊരു സംരംഭകനാണ്, ആ സംരംഭത്തിലേക്ക് കുറേ ആളുകൾ എത്തിപ്പെട്ടാലേ നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാവും. അതുപോലെ തികച്ചും വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രണയം. നമ്മൾ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. ആ ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയില്ല. അതാണ് മാഗ്നറ്റിസം, നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കഴിവ്. ഇത് ചില വ്യക്തികളിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളിൽ ഇത് തീരെ ഉണ്ടാവുകയില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെ മിഡിലിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പം ഇതിന് കാരണം പലതുകൊണ്ട്. അതിന് നമ്മുടെ മുജ്ജന്മം എന്ന് പറയും. നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന കുറേ പോസിറ്റിവിറ്റി ഉള്ള കുറേ കർമ്മങ്ങളുടെ ഒരു ഗുണം അതിലൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് എന്തു തന്നെ നേടണമെങ്കിലും അതിനാസ്പദമായ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ജ്യോത്സ്യന്മാരുടെ പോയിട്ട് നമ്മൾ പല യന്ത്രങ്ങളൊക്കെ ധരിക്കും, അതുപോലെ ചില മന്ത്രങ്ങളൊക്കെ ജപിക്കും. അങ്ങനെ ഒക്കെ കുറേയേറെ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ഫിനാൻസ് വലിയൊരു ഘടകമാണ്. പിന്നെ നമുക്ക് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ക്ഷേത്രങ്ങൾ പരിഹാരം ചെയ്ത സമയത്ത് അതിനുമുണ്ട് ചില ഗുണങ്ങളും ദോഷമുണ്ട്. കാരണം ടെമ്പിൾ ഈസ് എ പേഴ്സൺ എന്നാണ്. അനുഗ്രഹ ശക്തികളുള്ള സ്വരൂപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. അനുഗ്രഹിക്കാൻ മാത്രമായിട്ട് നിൽക്കുന്ന ആളുകൾ എവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കണമെങ്കിൽ നമ്മളിൽ ഒരു വശ്യശക്തി ഉണ്ടാകും. ഈ വശ്യശക്തി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നാമം ജപിച്ചുണ്ടാക്കാം, നമ്മൾ സ്ഥിരമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുണ്ടാക്കാം, കുറേ പോസിറ്റീവായ കുറേ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വന്നു ചേരാം. പക്ഷെ അതിനൊക്കെ കാലമെടുക്കും, ഒരുപാട് സമയമെടുക്കും. ഉദാഹരണത്തിന് ഒരു 12 വർഷം നമ്മൾ കുറേ പോസിറ്റിവിറ്റി ചെയ്താലേ ചില ആളുകളിലേക്ക് ഒരു അല്പമെങ്കിലും വശ്യത ഉണ്ടാവുകയുള്ളൂ. വശ്യതയുടെ ഒരു കൺസെപ്റ്റ് എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ ചില ആളുകളിൽ ജനിക്കുമ്പോഴേ തന്നെ ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ബോണിലും ഉണ്ടായിരിക്കുന്ന കുറേ പോസിറ്റിവിറ്റികളാണ് ഇതിന് ബേസ് എന്ന് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. അതില്ലാത്തതിനെ സംബന്ധിച്ച് ഒരു ഡിവൈസ് ആവശ്യമാണ്. അതിൽ ചില ആളുകൾ യന്ത്രം ധരിക്കും, ചില ആളുകൾ മന്ത്രം ജപിക്കും, ചില ആളുകൾ രത്നങ്ങൾ ധരിക്കും. രത്നങ്ങൾ വലിയൊരു ഘടകമാണ്. നമ്മുടെ നക്ഷത്രവശാലും അതുപോലെ തന്നെ നമ്മുടെ രാശിവശാലും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നല്ല രത്നങ്ങൾ, ക്വാളിറ്റിയുള്ള രത്നങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പ്രത്യേക സമയമുണ്ട്, പ്രത്യേക മൊമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ധാരാളം നമ്മൾ ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളിൽ ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാലും അവർ ഉദ്ദേശിച്ച പോലെ ഒരു വളർച്ച ഉണ്ടാകില്ല, ഗ്രോത്ത് ഉണ്ടാവുകയില്ല. അതിന് കാരണം അവരിൽ ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു നെഗറ്റിവിറ്റിയാണ്. ആ നെഗറ്റിവിറ്റിയെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് പോസിറ്റീവാക്കി മാറ്റണം.
നമ്മൾ അതിനെ ഏറ്റവും എന്താ പറയുക പ്രകൃതിദത്തമായ ഒരു ഡിവൈസിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പുഷ്പങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പം എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചിട്ടുള്ള ഒരു സംഗതിയിൽ നമ്മൾ ഉറുക്കെന്ന് പറയും, ഉടുക്കിൽ ധരിക്കേണ്ടതായിരിക്കുന്ന 5 തരം വേരുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ അപൂർവമാണ്, ഒരുപാട് നശിച്ചുപോയി, അത് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൺസെപ്റ്റ് മാറ്റി വെച്ചതാണ്. രണ്ടാമത്തേത് പുഷ്പങ്ങളാണ്. അപ്പോൾ പുഷ്പങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വണ്ട് പുഷ്പങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതുകൊണ്ടാണ്, അതിൽ മധുഗണം ഉള്ളതുകൊണ്ടാണ്, തേൻ ഉള്ളതുകൊണ്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണ്. നമ്മളിൽ വശ്യശക്തി ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഈ പുഷ്പങ്ങളെ സംബന്ധിച്ച് പുഷ്പങ്ങൾക്ക് പല ഗുണങ്ങളുണ്ട്. ഓരോ ഇപ്പോൾ റോസാപുഷ്പമുണ്ട്. നമ്മൾ ജനറലായിട്ട് എടുക്കുകയാണെങ്കിൽ റോസാപുഷ്പം വലിയൊരു നല്ല ആകർഷിക്കുന്ന പുഷ്പമാണ്. പക്ഷേ വശീകരണ ശക്തി, കാണാൻ ഭംഗിയുള്ള പുഷ്പങ്ങളെല്ലാം തന്നെ വശീകരണ ശക്തി ഉള്ളതാകണമെന്നില്ല. വശീകരണ ശക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി പുഷ്പം നമ്മുടെ പൂജാകാര്യങ്ങളിലേക്ക് ചെമ്പരത്തി ഉപയോഗിച്ച് നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിൽ, പുഷ്പം അർച്ചിക്കുകയാണെങ്കിൽ ആ ദേവനോട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം സാധിക്കുമെന്നതാണ്. ഇനി ആ പുഷ്പം തന്നെ, ചെമ്പരത്തി തന്നെ ഒരു 3, 4, 5 ടൈപ്പ് ഉണ്ട്. അതിൽ ചുവന്ന ചെമ്പരത്തിക്കാണ് ഏറ്റവും ഫലപ്രദമായ പവറുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. ആ ചുവന്ന ചെമ്പരത്തി നമ്മുടെ ബാഗിൽ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അതിൻ്റെ ഗുണം ഉണ്ടാവും. എന്തായാലും ഫ്രഷായിട്ടുള്ള ചെമ്പരത്തി വെക്കാൻ പ്രത്യേകം നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ഷോപ്പുകളിലൊക്കെ വലിയ ഉരുളി വെച്ച് അതിൽ വെള്ളം വെച്ച് അതിൽ ചെമ്പരത്തി പുഷ്പം ഇട്ട് വെക്കുന്നുണ്ട്. അതായത് ആകർഷണം, വശീകരണം എന്ന് പറയും. അപ്പോൾ ചെമ്പരത്തിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ ചെമ്പരത്തി പുഷ്പത്തിന് പല പൂർവികമായിട്ടുള്ള ചില കൺസെപ്റ്റുകളൊക്കെ വേറെ ഉണ്ട്. ഞാനിവിടെ പറയുന്നതിൽ മറ്റൊരു വീഡിയോ പറയാം. എന്തായാലും ചെമ്പരത്തി പുഷ്പത്തിന് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കാനുള്ളതായിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടെന്നാണ് പല ഗൂഢശാസ്ത്രങ്ങളും പറയുന്നത്. അത് ഉപയോഗിച്ച് ധാരാളം പൂജകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് സാധാരണഗതിയിൽ ചെമ്പരത്തി പുഷ്പത്തിന് ഏറ്റവും അബ്സോർബേഷൻ പവർ ഉള്ളതാണ് പറയുന്നത്. ചൊവ്വാഴ്ചകൾ എടുക്കുന്നുണ്ട്, പല പൂജകളിലും ചൊവ്വാഴ്ച എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ചെമ്പരത്തി പുഷ്പത്തിന് സ്വമേധയാ പവറുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഒരു ചെമ്പരത്തി പുഷ്പം നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പോസിറ്റിവിറ്റി ഉണ്ടാവും. വളരെ നല്ല വ്യക്തിത്വമുള്ള ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു അനുഭവം. അതുകൊണ്ട് ചെമ്പരത്തി പുഷ്പം ഒരു വലിയ ആശ്വാസം തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആ ചെമ്പരത്തി പുഷ്പം നിങ്ങൾ നട്ടുപിടിപ്പിക്കുക, വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. ചെമ്പരത്തി പുഷ്പം ഉള്ള സ്ഥലത്തുനിന്ന് അത് ക്യാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചെമ്പരത്തി പുഷ്പത്തിൻ്റെ എല്ലാ ഘടകങ്ങളും, ഇല തൊട്ട് കാണ്ഡം അതുപോലെ പുഷ്പം, എല്ലാ ഘടകങ്ങളും വശ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ട് ആ ചെമ്പരത്തി പുഷ്പം വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.